7.25 കോടി രൂപ, സഹകരണ സംരക്ഷണ നിധി പരിപാടിക്ക് 11.15 കോടി രൂപ, പ്രാഥമിക സംഘങ്ങൾ, കൺസ്യൂമർ സെഡ് തുടങ്ങിയ മേഖലയ്ക്ക് സഹായമായി 28.1 കോടി രൂപ വകയിരുത്തുന്നു. ജലസേചനവും വെള്ളപ്പൊക്ക നിയന്ത്രണവും ഈ മേഖലയ്ക്കായി 588.85 കോടി രൂപ വകയിരുത്തുന്നു. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 63.40 കോടി രൂപ അധികമാണ്. വൻകിട ഇടത്തരം ജലസേചന പദ്ധതികൾ ഇടമലയാർ പദ്ധതിക്ക് കഴിഞ്ഞ വർഷത്തെ 10 കോടിയിൽ നിന്നും 35 കോടിയായി ഉയർത്തുന്നു. RADF ഉൾപ്പെടെ മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പദ്ധതിക്ക് 12 കോടിയും കാരാപ്പുഴയ്ക്ക് 32 കോടിയും ബാണാസുര സാഗർക്ക് 25 കോടിയും വകയിരുത്തുന്നു. പാമ്പാർ തടത്തിലെ ചെങ്കള പദ്ധതിക്ക് അവിടുത്തെ പട്ടിശ്ശേരി ഡാമിന്റെയും കനാൽ സംവിധാനത്തിന്റെയും പുനർനിർമ്മാണത്തിന് 14 കോടി വകയിരുത്തുന്നു. തലച്ചൂർ കടവിൽ തടയണയും ഹോർവേ ടാങ്കും നിർമ്മിക്കുന്നതിനും പട്ടിശ്ശേരി ഡാമിലേക്ക് പുതിയ ഡൈവേർഷനും റോഡും ഉണ്ടാക്കുന്നതിനും 10 കോടി രൂപ വകയിരുത്തുന്നു. ചിറ്റൂർ, മലമ്പുഴ, മംഗലം, പോത്തുണ്ടി, കുറ്റ്യാടി, ഗായത്രി, വാളയാർ പദ്ധതികളിലെ കനാലുകളുടെ നവീകരണ പ്രവർത്തികൾ ലക്ഷ്യമിട്ടുകൊണ്ട് കാടാ കനാലുകളുടെ ഫീൽഡ് ചാനലുകളുടെയും ഡ്രെയിനേജുകളുടെ നവീകരണ പദ്ധതിക്ക് 11.10 കോടി രൂപ വകയിരുത്തുന്നു. പഴശ്ശി ജലസേചന പദ്ധതിയുടെ കനാലിന്റെ ശാഖാ കനാലുകളുടെയും നവീകരണ പ്രവർത്തനത്തിന് 15 കോടി രൂപ വകയിരുത്തുന്നു. കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിക്ക് 10 കോടി രൂപ വകയിരുത്തുന്നു. ചിറ്റൂർ പുഴ പദ്ധതിയിലെ കനാലുകളുടെ നവീകരണത്തിന് 12 കോടി രൂപ വകയിരുത്തുന്നു. കല്ലട ഇറിഗേഷൻ പദ്ധതിയുടെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. രണ്ടാം കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി കുട്ടനാട് മേഖലയിലെയും തോട്ടപ്പള്ളി സ്പിൽവേയിലെയും വെള്ളപ്പൊക്ക നിവാരണ പ്രവർത്തികൾക്ക് 5 കോടി രൂപ വകയിരുത്തുന്നു. മീനച്ചിൽ നദിക്ക് കുറുകെ അരണാപുരത്ത് ചെറിയ ഡാമും റെഗുലേറ്റർ കം ബ്രിഡ്ജും നിർമ്മിക്കുന്നതിനായി 3 കോടി രൂപ വകയിരുത്തുന്നു. ഡാം പുനരുദ്ധാരണവും വികസനവും പദ്ധതിയുടെ ഡ്രിപ്പ് പരിപാടിയുടെ ഭാഗമായി 15 ഡാമുകൾക്കായി 30 കോടി രൂപ വകയിരുത്തുന്നു. KSEBയിൽ നിയന്ത്രണത്തിലുള്ള ഡാമുകൾക്ക് 15 കോടി രൂപ വകയിരുത്തുന്നു. ഭൂഗർഭ ജലലഭ്യത പഠിക്കുന്നതിനും ആ മേഖലയിലെ പ്രവർത്തനത്തിനുമായി പ്രവർത്തിക്കുന്ന ഭൂഗർഭ ജല വകുപ്പിനും 22 കോടി രൂപ വകയിരുത്തുന്നു. ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്കായി 17 കോടി രൂപ വകയിരുത്തുന്നു. ചെറുകിട ജലസേചനം ക്ലാസ് 1 പദ്ധതിക്ക് 75.1 കോടി രൂപയും ക്ലാസ് 2 പദ്ധതിക്ക് 22.5 കോടി രൂപയും വകയിരുത്തുന്നു. ഹരിത കേരള മിഷൻ മുഖേന കുളങ്ങളും ടാങ്കുകളും നവീകരിച്ച് സംരക്ഷിക്കുന്ന പദ്ധതിക്ക് 7.5 കോടി രൂപ വകയിരുത്തുന്നു. കുട്ടനാട് മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി നബാർഡ് RADF പദ്ധതിയിൽ 100 കോടി രൂപ വകയിരുത്തുന്നു. ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ വിവിധ പാടശേഖരങ്ങളിലെ വെള്ളപ്പൊക്ക നിവാരണ പ്രവർത്തനങ്ങൾക്കായി 57 കോടി രൂപ വകയിരുത്തുന്നു. തീരസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് 15 കോടി രൂപ വകയിരുത്തുന്നു. ഊർജ്ജം എനർജി മാനേജ്മെന്റ് സെന്ററിന് 6.6 കോടി രൂപയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് 5.16 കോടി രൂപയും ഉൾപ്പെടെ 2024-25 ഊർജ്ജ മേഖലയുടെ വിഹിതം 1150.76 കോടി രൂപയാണ്. 2027 ഊർജ്ജ ആവശ്യത്തിന്റെ 50% പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നും നേടുന്നതിന്റെ ലക്ഷ്യവുമായിട്ടാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 610 മെഗാവാട്ട് സൌരോർജ്ജവും 44.5 മെഗാവാട്ട് ജലവൈദ്യുതി ഉൾപ്പെടെ 654.5 മെഗാവാട്ട് വൈദ്യുതോർജ്ജം അധികമായി ഉൽപ്പാദിപ്പിക്കുകയുണ്ടായി. 24-25 സൌരോർജ്ജത്തിലൂടെ 1000 മെഗാവാട്ട് സ്ഥാപിത ശേഷി കൈവരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. സർ, വിവിധ പദ്ധതികൾക്കായിട്ട് മാങ്കുളം പഞ്ചായത്തിലെ പദ്ധതിക്ക് 40 മെഗാവാട്ട് പദ്ധതിക്ക് 8 കോടി രൂപ വെക്കുന്നു. ചിന്നാർ ചെറുകോജല പദ്ധതിക്ക് 10 കോടി രൂപ വെക്കുന്നു. പഴശ്ശി സാഗർ പദ്ധതിക്ക് 10 കോടി രൂപ വകയിരുത്തുന്നു. ഇടുക്കിയിലെ ഡാമിന്റെ പ്രതലം സ്ക്രീനായി ഉപയോഗിച്ച് ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു വിപുലമായ ലേസർ ലൈറ്റ് ആൻഡ് സൌണ്ട് ഷോ ഉൾപ്പെടെയുള്ള ടൂറിസം വികസനം ഉദ്ദേശിക്കുന്നുണ്ട്. അതിനായിട്ട് പദ്ധതിയുടെ ആദ്യ ഗഡുവായിട്ട് 5 കോടി രൂപ അതിന് വകയിരുത്തുന്നു. കോഴിക്കോട് ജില്ലയിലെ ചക്കട്ടപ്പാറയിൽ കുറ്റ്യാടി അഡീഷണൽ എക്സ്റ്റൻഷൻ സ്കീമിന് 7 കോടി രൂപ, ചെറുകിട ജലവൈദ്യുത പദ്ധതിക്ക് 10 കോടി രൂപ എന്നിവ നീക്കിവെക്കുന്നു. പുതിയ ജലവൈദ്യുത പദ്ധതികളുടെ സാധ്യതാ പഠനങ്ങൾക്ക് 15 കോടി രൂപയാണ് വകയിരുത്തുന്നത്. പഴക്കമുള്ള ജലവൈദ്യുത പദ്ധതികളുടെ ആധുനികവൽക്കരണവും പുനരുദ്ധാരണ പരിപാടിക്കുമായിട്ട് 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, 2018-19 വർഷങ്ങളിലെ പ്രളയങ്ങൾ KSEB നിർമ്മിതികൾക്ക് വൻതോതിൽ നാശനഷ്ടമുണ്ടാക്കിയ സാഹചര്യത്തിൽ വൈദ്യുതി ഉൽപാദന, പ്രസരണ, വിതരണ മേഖലകളിൽ പ്രളയ പ്രതിരോധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി 18.18 കോടി രൂപ വകയിരുത്തുന്നു. ദ്യുതി പദ്ധതിക്ക് 400 കോടി രൂപ വകയിരുത്തുന്നു. കഴിഞ്ഞ വർഷത്തേക്കാളും ഇത് 24 കോടി രൂപ അധികമാണ്. ഇടമൺ കൊച്ചി മടക്കത്തറ നഷ്ടപരിഹാര പാക്കേജിന് വേണ്ടി 20 കോടി രൂപ വകയിരുത്തുന്നു. ഊർജ്ജ മേഖലയിൽ ആരംഭിച്ച ഇന്നൊവേഷൻ ഫണ്ട് ആൻഡ് എസ്കോട്ട് സ്റ്റാർട്ടപ്പ് പദ്ധതിയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിന്റെ സംസ്ഥാന വിഹിതമായി 31.62 കോടി രൂപ വകയിരുത്തുന്നു. പാരമ്പര്യേതര പുനരാവർത്തക ഊർജ്ജ സ്രോതസ്സുകൾ അനർട്ടിന്റെ പ്രവർത്തനങ്ങൾക്ക് 50.2 കോടി രൂപ വകയിരുത്തുന്നു. സോളാർ, തെർമൽ സംവിധാനങ്ങൾ, മൊബിലിറ്റി തുടങ്ങിയ പുനരുപയോഗ ഊർജ്ജ സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിന് 37.3 കോടി രൂപ നീക്കിവെക്കുന്നു.
ഇതിൽ 3.50 കോടി രൂപ വൈദ്യുതി എത്തിച്ചേരാത്ത വിദൂര ആദിവാസി ഊരുകളിൽ സോളാർ വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വ്യവസായവും ധാതുക്കളും. സാർ, വ്യവസായ മേഖല കൂടുതൽ ഉണർവോടെ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ വർഷം മാത്രം 1.5 ലക്ഷത്തോളം സംരംഭങ്ങളാണ് ഈ സംരംഭകർഷ പദ്ധതിയുടെ ഭാഗമായിട്ട് ആരംഭിച്ചത്. ഇതിലൂടെ 3 ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ കഴിഞ്ഞു. ഉയർന്ന വളർച്ചാ സാധ്യതയുള്ള 22 മേഖലകളിൽ ഉൽപാദനം, നവീകരണം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായി മേക്ക് ഇൻ കേരള പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. കേരളത്തിലെ വ്യവസായ സൌഹൃദ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുകയാണ്. അന്താരാഷ്ട്ര തലത്തിലെ പ്രധാന കമ്പനികൾ കേരളത്തെ തേടിയെത്തുന്ന വാർത്തകൾ നാം കാണുന്നു. വ്യവസായവും ധാതുക്കളും എന്ന മേഖലയ്ക്കായി 1729.13 കോടി രൂപ വകയിരുത്തുന്നു. ഇടത്തരവും വലുതുമായ വ്യവസായങ്ങൾക്കായി 24-25 ബജറ്റിൽ 773.09 കോടി രൂപ വകയിരുത്തുന്നു. സർ, വിദേശമദ്യം കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ച അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും കയറ്റുമതി ചെയ്യാൻ സാധ്യതകളേറെയുണ്ടെന്ന് ഇത് സംബന്ധിച്ച് പഠിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് ചെയ്യുന്നത്. കേരള ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ളവ കയറ്റുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് പ്രായോഗികമായി നടപ്പിലാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും അതിനുവേണ്ട സഹായം ചെയ്യുകയും ചെയ്യും. ഗ്രാമീണ ചെറുകിട വ്യവസായങ്ങൾ. പട്ടികജാതി, പട്ടികവർഗം, വനിതകൾ, യുവാക്കൾ, ഭിന്നശേഷിക്കാർ എന്നീ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് MSMEകൾ മുഖേന വിഭാവനം ചെയ്തിരിക്കുന്ന ഗ്രാമീണ ചെറുകിട വ്യവസായ പദ്ധതിക്കായിട്ട് 215 കോടി രൂപ വകയിരുത്തുന്നു. എല്ലാ സ്വയം തൊഴിൽ പദ്ധതികളും സംയോജിപ്പിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി 2024-25 വർഷം 58.5 കോടി രൂപ വകയിരുത്തുന്നു. 2000 യൂണിറ്റുകളെയാണ് ലക്ഷ്യമിടുന്നത്. സാർ, വായ്പാബന്ധിത പ്രൊജക്ട് മാർജിൻ മണി ഗ്രാന്റ് അനുവദിക്കുന്ന പദ്ധതിക്കായി 17.06 കോടി രൂപ വകയിരുത്തുന്നു. സാർ, 12 കോടി രൂപ കേന്ദ്രവിഹിതം പ്രതീക്ഷിക്കുന്ന PM ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് എന്ന പദ്ധതിക്ക് വിഹിതമായി 8 കോടി രൂപ വകയിരുത്തുന്നു. പ്രവർത്തനക്ഷമമായ MSME സംരംഭങ്ങളെ സഹായിക്കുന്ന പദ്ധതി പാക്കേജിനായി 18.02 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സംസ്ഥാനത്ത് പുതു സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായി 2024-25 സാമ്പത്തിക വർഷം 43 കോടി രൂപ വകയിരുത്തുന്നു. കശുവണ്ടി മേഖല. സാർ, പ്രധാന പരമ്പരാഗത വ്യവസായ മേഖലയായ കശുവണ്ടി മേഖല പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിലാണ്. ഇതിനൊരു പരിഹാരം കാണുക എന്നതാണ് കശുവണ്ടി മേഖലയുടെ പദ്ധതികളുടെ ലക്ഷ്യം. 24-25 സാമ്പത്തിക വർഷത്തിൽ കശുവണ്ടി മേഖലയ്ക്കായി 53.36 കോടി രൂപ വകയിരുത്തുന്നു. സാർ, കശുവണ്ടി മേഖലയെയും വ്യവസായത്തെയും തൊഴിലാളികളെയും സഹായിക്കുന്നതിനായുള്ള പ്രത്യേക കശുവണ്ടി പുനരുജ്ജീവന പദ്ധതിക്ക് 30 കോടി രൂപ വകയിരുത്തുന്നു. ആഭ്യന്തര അസംസ്കൃത കശുവണ്ടിയുടെ ഉത്പാദനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കായി കേരള കശുമാവ് കൃഷി വികസന ഏജൻസിക്ക് 6.5 കോടി രൂപ വകയിരുത്തുന്നു. കശുവണ്ടി ശേഖരിച്ച് ഇറക്കുമതി ചെയ്യുന്ന സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായ കാഷ്യൂ ബോർഡിന് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 166.70 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കാഷ്യൂ ബോർഡിന് റിവോൾവിംഗ് ഫണ്ടായി 40.81 കോടി രൂപ അനുവദിക്കുന്നു. ചെറുതും ഇടത്തരവുമായ കശുവണ്ടി ഫാക്ടറി യൂണിറ്റുകളുടെ പുനരുദ്ധാരണം സാധ്യമാക്കുന്നതിനും നഷ്ടപ്പെട്ട വരുമാനമാർഗം പുനഃസ്ഥാപിക്കുന്നതിനുമായി 2 കോടി രൂപ വകയിരുത്തുന്നു. കൈത്തറി യന്ത്രത്തറി വ്യവസായം. കൈത്തറി യന്ത്രത്തറി മേഖലയ്ക്കായിട്ട് 51.89 കോടി രൂപ വകയിരുത്തുന്നു. കൈത്തറി സഹകരണ സംഘങ്ങൾ, ആൻഡെക്സ്, ഹാൻവീവ് എന്നിവയ്ക്ക് ഓഹരി വിഹിതമായി നൽകുന്നതിന് 5.29 കോടിയും നൽകുന്നു. നെയ്ത്തുകാരുടെയും അനുബന്ധ തൊഴിലാളികളെയും ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന പ്രത്യേക പ്രോത്സാഹന പദ്ധതിക്ക് 4.5 കോടി രൂപ നൽകുന്നു. കൈത്തറി ഗ്രാമങ്ങൾ രൂപീകരിക്കുന്ന പദ്ധതിക്കായിട്ട് 4 കോടി രൂപ വകയിരുത്തുന്നു. സർ, കണ്ണൂർ നാടുകാണി കിൻഫ്ര ടെക്സ്റ്റൈൽ സെന്ററിന് ഡൈയിങ് ആൻഡ് പ്രിന്റിംഗ് യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള മൂലധന സഹായമായി 9 കോടി രൂപ വകയിരുത്തുന്നു. ടെക്സ്പെർട്ടിന് കീഴിലുള്ള സ്പിന്നിംഗ് മില്ലുകളുടെ ഒറ്റത്തവണ സഹായം, മൂലധന ആവശ്യങ്ങൾക്കായി ഒറ്റത്തവണ സഹായം അടക്കം ടെക്സ്പെർട്ടിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 9.85 കോടി രൂപ വകയിരുത്തുന്നു. സർ, കയർ വ്യവസായം. കയർ വ്യവസായ മേഖല വിവിധ പദ്ധതികൾക്കായി 107.64 കോടി രൂപ വകയിരുത്തുന്നു. കയർ മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സഹകരണ സംഘങ്ങൾ, സ്വകാര്യ സംരംഭങ്ങൾ എന്നിവയുടെ പുനരുജ്ജീവനത്തിന് ആദ്യങ്ങൾക്കായി 32 കോടി വകയിരുത്തുന്നു. കയർ മേഖലയിലെ ഗവേഷണ വികസന പദ്ധതികൾക്ക് ധനസഹായമായി 7 കോടി രൂപ വകയിരുത്തുന്നു. കയർഫെഡ് പോലുള്ള ഏജൻസികൾ മുഖേന കയറുൽപ്പന്നങ്ങളുടെയും സംഭരണം നടത്തുന്നതിലൂടെ ഇവയുടെ വിലസ്ഥിരത ഉറപ്പുവരുത്തുന്ന പദ്ധതിക്കായി 38 കോടി രൂപ വകയിരുത്തുന്നു. ഖാദി വ്യവസായം. സർ, 14,000 പേർക്ക് നേരിട്ട് തൊഴിൽ ലഭ്യമാക്കുന്ന പരമ്പരാഗത വ്യവസായമായ ഖാദി വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് 14.8 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്തെ വ്യവസായങ്ങളുടെ പ്രോത്സാഹനത്തിനും നിക്ഷേപങ്ങൾ സുഗമമാക്കുന്നതിനുമായി KSIDCക്ക് 24-25 ബജറ്റിൽ 127.5 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തേക്ക് നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള നിക്ഷേപ പ്രോത്സാഹന പ്രവർത്തനങ്ങൾക്ക് 22 കോടി രൂപ നീക്കിവെക്കുന്നു. സ്റ്റാർട്ടപ്പ് സപ്പോർട്ട് ഉദ്യമങ്ങൾക്കായിട്ട് 6 കോടി രൂപ മാറ്റിവെക്കുന്നു.
മുഖ്യമന്ത്രിയുടെ പ്രത്യേക സഹായ പദ്ധതിയിലൂടെ MSME സ്റ്റാർട്ടപ്പുകൾ, വിദേശ മലയാളി സംരംഭങ്ങൾ എന്നിവയ്ക്ക് 5% പലിശ നിരക്കിൽ 1 കോടി രൂപ മുതൽ 5 കോടി രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിക്ക് പലിശയിളവ് നൽകുന്നതിനായിട്ട് 9 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ പോളിസിയുടെ ഭാഗമായി സംരംഭകർക്ക് സ്ഥിര മൂലധന നിക്ഷേപ സബ്സിഡി, ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ഇളവ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ചാർജ് ഒഴിവാക്കൽ തുടങ്ങിയ വിവിധ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി 20 കോടി രൂപ മാറ്റിവെക്കുന്നു. തിരുവനന്തപുരം ലൈഫ് സയൻസ് പാർക്കിലെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 15 കോടി രൂപയും മെഡിക്കൽ ഡിവൈസസ് പാർക്കിന് 20 കോടി രൂപയും ഉൾപ്പെടെ ലൈഫ് സയൻസ് പാർക്കിന് 35 കോടി രൂപ മാറ്റിവെക്കുന്നു. KSIDC വ്യവസായ പാർക്കുകൾക്കായി 14 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, കേരള റബ്ബർ ലിമിറ്റഡിന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം ജില്ലയിലെ വെള്ളൂരിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിൽ നിന്ന് ലഭ്യമാക്കിയ സ്ഥലത്ത് 250 കോടി രൂപ ചെലവിട്ട് ഒരു റബ്ബർ വ്യവസായ സമുച്ചയം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു. റബ്ബർ മേഖലയിൽ മൂല്യവർദ്ധിത വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന റബ്ബർ ലിമിറ്റഡിന് 9 കോടി രൂപ നീക്കിവെക്കുന്നു. സർ, റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടുന്ന ഏക ഗവൺമെന്റ് കേരളത്തിലേതാണ്. കേന്ദ്രം ഇറക്കുമതി വർദ്ധിപ്പിച്ച് വൻകിട റബ്ബർ വ്യവസായികളെ സംരക്ഷിക്കുന്ന നയമാണ് സ്വീകരിച്ചു വരുന്നത്. ടയർ കമ്പനികൾക്കെതിരെ കോമ്പറ്റീഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ച വിധി ഇത് വ്യക്തമാക്കുന്നു. നിലവിൽ കേരളം 170 രൂപ റബ്ബറിന് താങ്ങുവില നൽകി വരുന്നു. ഈ തുക വർദ്ധിപ്പിച്ച് 250 ആക്കി ഉയർത്താൻ കേന്ദ്ര സർക്കാരിന്റെ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ഇതുവരെ ചെവിക്കൊണ്ടിട്ടില്ല. ഈ സാഹചര്യത്തിൽ സാമ്പത്തിക പരിമിതികൾക്കിടയിലും റബ്ബറിന്റെ താങ്ങുവില 180 രൂപയായി വർദ്ധിപ്പിക്കുന്നു. സർ, ഈ സാഹചര്യത്തിൽ സാമ്പത്തിക പരിമിതികൾക്കിടയിലും റബ്ബറിന്റെ താങ്ങുവില 180 രൂപയായി വർദ്ധിപ്പിക്കുന്നു. പ്ലാന്റേഷൻ മേഖലയിലെ തൊഴിലാളികളുടെ ലയങ്ങൾ നവീകരിക്കുന്ന പദ്ധതികൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, 24-25 സാമ്പത്തിക വർഷം വിവിധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനായി കിൻഫ്രയ്ക്ക് 324.31 കോടി രൂപ വകയിരുത്തുന്നു. കിൻഫ്ര ഫിലിം വീഡിയോ പാർക്കിന് 12.5 കോടി രൂപ വകയിരുത്തുന്നു. പെട്രോൾ കെമിക്കൽ പാർക്ക് ആരംഭിക്കുന്നതിനായി കൊച്ചിയിൽ BPCL-നോട് ചേർന്നുള്ള 600 ഏക്കർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 481 ഏക്കർ കിൻഫ്രയ്ക്ക് കൈമാറി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുകയും ഇതിൽ നിന്നും BPCL-ന് 170 ഏക്കർ ഭൂമി ഇതിനോടകം അനുവദിച്ചിട്ടുണ്ട്. പെട്രോൾ കെമിക്കൽ പാർക്കിന്റെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾക്കായി 13 കോടി രൂപ വകയിരുത്തുന്നു. സർ, കൊച്ചി ബാംഗ്ലൂർ വ്യവസായ കോറിഡോർ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി പാലക്കാട് ഹൈടെക് ഇൻഡസ്ട്രിയൽ കോറിഡോറിനുള്ള സംസ്ഥാനത്തിന്റെ പദ്ധതി ദേശീയ വ്യവസായ കോറിഡോർ വികസന നിർവഹണ ട്രസ്റ്റ് അംഗീകരിച്ചു കഴിഞ്ഞു. സാമ്പത്തിക തൊഴിൽ രംഗങ്ങളിൽ പരമാവധി വളർച്ച കൈവരിക്കുന്നതിന് കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയുടെ സാക്ഷാത്കാരത്തോടെ സാധ്യമാകും. പദ്ധതിക്കായി 200 കോടി രൂപ വകയിരുത്തുന്നു. കിൻഫ്രയുടെ ആഭിമുഖ്യത്തിൽ കാക്കനാട് ആധുനിക സൌകര്യങ്ങളുടെ സ്ഥാപിക്കുന്ന എക്സിബിഷൻ സെന്ററിന് 12.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, 11 വ്യവസായ പാർക്കുകളുടെ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് 30.6 കോടി രൂപ മാറ്റിവെക്കുന്നു. ടെക്സ്റ്റൈൽ മേഖല ഉൾപ്പെടെ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള പ്രവർത്തന സാധ്യതയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുജ്ജീവനത്തിനും പുനരുദ്ധാരണത്തിനുമായി ഒരു പാക്കേജ് നടപ്പാക്കുന്നതാണ്. ഇതിന്റെ ഭാഗമായി 2017-18 മുതൽ 21-22 വരെയുള്ള കാലയളവിൽ ആരംഭിച്ചതും പൂർത്തീകരിക്കാൻ കഴിയാത്തതുമായ പദ്ധതികളുടെ പൂർത്തീകരണത്തിനും പുതിയ അനുബന്ധ പദ്ധതികൾക്കായിട്ട് 279.1 കോടി രൂപ വകയിരുത്തുന്നു. ഇലക്ട്രോണിക് പാക്കേജ് ടെസ്റ്റിംഗ് ഫെസിലിറ്റി പദ്ധതിക്കായി 20 കോടി രൂപ വകയിരുത്തുന്നു. ധാതുക്കൾ. സർ, ധാതുഖനന മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 5.57 കോടി രൂപ വകയിരുത്തുന്നു. വിവര സാങ്കേതിക മേഖല മെച്ചപ്പെട്ട തൊഴിലവസരങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ലഭ്യമാക്കിക്കൊണ്ട് കേരളത്തെ ഒരു മുൻനിര IT ഹബ്ബാക്കി മാറ്റുക എന്നാണ് 2017 സർക്കാർ പ്രഖ്യാപിച്ച IT നയത്തിന്റെ ലക്ഷ്യം. വിവര സാങ്കേതിക മേഖലയ്ക്കായി 507.14 കോടി രൂപ വകയിരുത്തുന്നു. കേരള സ്പേസ് പാർക്കിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി നബാർഡ് വായ്പ ഉൾപ്പെടെ 52.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, AVGC വ്യവസായം, അനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, ഗെയിമിംഗ്, കോമിക്സ് എന്നിവ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ വിനോദ മേഖലയിൽ പുതുസംരംഭകരെ ആകർഷിക്കാൻ സംസ്ഥാന സർക്കാർ ഒരു നയം ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ സംരംഭകർക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സർക്കാർ സഹായം ഇതനുസരിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. AI കോൺക്ലേവ്. സർ, കേരളത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഹബ്ബാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് 2024 ജൂലൈയിൽ IBM-മായി ചേർന്ന് സംസ്ഥാന സർക്കാർ അന്താരാഷ്ട്ര AI